everyone, welcome to another video. So എൻ്റെ ലാസ്റ്റ് വീഡിയോ എല്ലാവരും കണ്ടു, കുറച്ച് പേരെങ്കിലും ചിരിച്ചു എന്ന് വിശ്വസിക്കുന്നു. വലിയ കാര്യമായിട്ട് ചിരിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ട്രൈ നോട്ട് ടു ലാഫ് എന്ന് പറഞ്ഞ വീഡിയോ എടുത്തിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത്. പക്ഷെ എനിക്ക് വലിയ ചിരിക്കൊന്നും വന്നില്ല. അപ്പോഴെന്തായാലും ഇന്ന് ഒരു വ്ളോഗാണ്. സോ ഫസ്റ്റ് ടൈമാണ് ഞാനൊരു ലെങ്തി ഇങ്ങനെ എന്താ പറയുക വീട്ടിലെ കാര്യങ്ങൾ ഒരു വ്ളോഗ് പോലെ ചെയ്യുന്നത്. സോ ഈ വീഡിയോയ്ക്ക് അതിൻ്റെതായ പരിമിതികൾ ഉണ്ടാകും. ഇതിനുശേഷം ഞാൻ ഇമ്പ്രൂവ് ആവും എന്തായാലും. ഓക്കെ, സോ ഒരു സാറ്റർഡേ ഓർ സൺഡേ, ഇന്ന് ആക്ച്വലി ഫ്രൈഡേ ആണ്. സോ ഇൻ ജനറൽ ഒരു വീക്കെൻഡിൽ ന്യൂലി മാരീഡ് കപ്പിൾ, ന്യൂലി അല്ല ഇപ്പൊ ഒരു കൊല്ലം ആവാറായി, എന്നാലും നമ്മൾ ആ ഒരു ലൈഫിലേക്ക് കയറി ചെന്നിങ്ങനെ അത്താമ്പത്താ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോഴും. സോ ഇൻ ജനറൽ ഞങ്ങളുടെ ഒരു റുട്ടീൻ എന്താണ് സാറ്റർഡേ എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ, പച്ചക്കറി അരിയലോ പൊടി തട്ടലോ തുണി തിരുമ്പോ ഒക്കെ ആയിരിക്കും. എന്നാലും ഞാൻ ശരിക്കും അത് കുറച്ച് ഡേയ്സ് ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തിട്ടാണ് ചെയ്യാറ്. സപ്പോസ് ഇപ്പോൾ ഫ്രൈഡേ മോസ്റ്റ്ലി ഞാൻ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് ക്ലീൻ ഒക്കെ ചെയ്ത് വെക്കും. സാറ്റർഡേ ഞാൻ കുറച്ച് തുണി കഴുകാൻ, അല്ലെങ്കിൽ ഫ്രൈഡേ നൈറ്റ് തുണി കഴുകാനിടും, എന്നിട്ട് ബാക്കിയുള്ള ദിവസം ക്ലീൻ. അങ്ങനെ ആയിരിക്കും, നമ്മുടെ ഒരു കൺവീനിയൻസിന് അനുസരിച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം പ്ലാൻ ചെയ്യാറ്. ഇന്നിപ്പോൾ എന്തായാലും ഒന്നിനും മൂടില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ എന്തായാലും ഗസ്റ്റ് ഉണ്ട്, മോനിൻ്റെ ഫ്രണ്ട് ആർത്തി, വൈഫും ഉണ്ട്. സോ ഇന്ന് എന്തായാലും അതിനുള്ളൊരു മൂഡില്ലെന്ന്, ഭയങ്കര ടയർഡാ. വർക്കെല്ലാം കഴിഞ്ഞ് സ്വാഭാവികം. അപ്പൊ ഞാൻ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് ഞാൻ ഇനി വരും വീഡിയോസിൽ പറ്റുമെങ്കിൽ കാണിക്കാം. എല്ലാവരും എന്നോട് ചോദിക്കും, എൻ്റെ ഫ്രണ്ട്സൊക്കെ, എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിൽ എനിക്ക് തോന്നുന്നു ഞാനാണ് ആദ്യം കല്യാണം കഴിഞ്ഞത്. അവരൊക്കെ എന്നോട് ചോദിക്കും, എങ്ങനെ നീ മാനേജ് ചെയ്യുന്നു, ജിമ്മിൽ പോകുന്നു, വർക്ക്, വീട്ടിലെ കാര്യങ്ങളൊക്കെ എല്ലാം ഒരു ഏകദേശം രീതിയിൽ അങ്ങ് ഒരു പോക്ക് പോവാണ്. എന്നാലും ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ ഞാനത് വീഡിയോയിൽ ഞാൻ എനിക്ക് ഷെയർ ചെയ്യാം. കാണാൻ ആഗ്രഹമുണ്ട് ആൾക്കാർക്ക് എന്നറിയാം. എല്ലാവരും എന്നോട് പറയും, പണ്ടൊക്കെ വ്ളോഗ് ചെയ്തതല്ലേ, വീഡിയോസ് ഇടാറില്ല, ഇപ്പം എന്താ ഇടാത്തേ, ഇടിയാണോ, ഇപ്പം എന്താ വീഡിയോ ഇടാത്തേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സോ വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം, എന്നിട്ട് കാണാം ഞാനാണോ മോനാണോ ശരിക്കും കഷ്ടപ്പെടുന്നതെന്ന്. ചുമ്മാറിന ഞാൻ തന്നെയാണ്, കേൾക്കണ്ട. ബൈ. അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡിയായി. ഇനി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് അവർക്ക് കൊടുത്ത് നോക്കാം. പുട്ടും കടലേക്കും ഉപ്പ പുളിയോ? രണ്ടുപേരും കൂടെ ഇവിടെ പരസ്പരം തള്ളിക്കൊണ്ടിരിക്കുന്നത്. വീക്കെൻഡ് മിക്കപ്പോഴും ക്ലീനിങ് തന്നെയായിരിക്കും. ഫസ്റ്റ് ഞാൻ തുടങ്ങുന്ന ഈ ഡെസ്കിൽ നിന്നാണ്. കാരണം തിങ്കൾ തൊട്ട് വെള്ളി വരെ ഇതിനകത്ത് ഇരുന്ന് ഇവിടെ പൊടി പിടിച്ചിട്ടിട്ടുണ്ടാവും. ഫസ്റ്റ് ഞാനൊന്ന് ലൈറ്റായിട്ട് വെറുതെ ഒന്ന് തുടയ്ക്കും. അതിന് ശേഷമാണ് കുറച്ച് സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഇട്ട് തുടയ്ക്കുക. എനിക്ക് പ്ലാന്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു പോസിറ്റീവ് വൈബ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യും. സോ കുറച്ചായി ഞാൻ സ്നേക്ക് പ്ലാന്റ് വാട്ടറിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് വിചാരിക്കുന്നു. ഇതുവരെ ടൈം കിട്ടിയില്ല. അപ്പം ഇന്ന് എന്തായാലും നമുക്കത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ പ്ലാന്റിൽ നിന്ന് കുറച്ച് ലീഫൊക്കെ കട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട്. എത്ര ക്ലീൻ ചെയ്താലും വീണ്ടും പൊടി പിടിക്കുന്ന ഒരു കോർണറാണിത്. കാരണം ദേ തൊട്ടടുത്ത ഗ്രൗണ്ടാണ്. സോ എല്ലാ വീക്കും പോലെ നമുക്ക് ഈ വീക്കും ക്ലീൻ ചെയ്യാം. ഈ ഫ്ലവർ എനിക്ക് കഴിഞ്ഞ വാലന്റൈൻസ് ഡേക്ക് മോന് തന്നാണ്. ഞാനിപ്പോഴും അത് കുറച്ച് വെള്ളമൊഴിച്ച് ഇങ്ങനെ സൂക്ഷിച്ചിരിക്കുന്നു. എത്ര കാലം ഇത് നിൽക്കും നോക്കാം. വീഴുമ്പോഴല്ല, ഇന്നേ വരെ അത് വീണിട്ടില്ല. അവിടുന്ന് അതിൻ്റെ കൂടുണ്ടായിരുന്ന ലീഫാണിത്, ആ ഡെക്കറേഷൻ്റെ ബൊക്കയിൽ. അതും കൂടി ഞാൻ ഇതിനകത്ത് വെച്ചു. ഒരു മെമ്മറി
കാണുമ്പോൾ എല്ലാവർക്കും ഇതെന്താ ഉണങ്ങിയ റോസ് എന്ന്, പക്ഷെ എനിക്കെപ്പോഴും അത് ലൈവ്ലി ആയിട്ടിരിക്കുന്ന പോലെ തന്നെയാണ് തോന്നുന്നത്. ഇന്ന് രാവിലെ ഇറക്കുമതി ചെയ്ത ഒരു സാധനമാണ്. ഇതിന്റെ കഥ ഞാൻ പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് തന്നെ ബാക്കി. കമോൺ. അപ്പോൾ വീക്കെൻഡിൽ എൻ്റെ ഔട്ട്ഫിറ്റ് മിക്കപ്പോഴും ഇങ്ങനെ ആയിരിക്കും. ആദ്യം ഞാൻ കിച്ചണിൽ നിന്ന് തുടങ്ങുന്നതുകൊണ്ട് ആ സാധനം എപ്പോഴും ഉണ്ടാവും. അത് എല്ലാം കഴിഞ്ഞ് രാത്രിയാണ് കുളിയെല്ലാം കഴിഞ്ഞ് ക്ലീൻ ആകുക. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട വാക്യൂം ക്ലീനർ. ഇതൊരു മിനി വാക്യൂം ക്ലീനറാണ്. ഇത് നമുക്ക് കാറിലാണെങ്കിലും സോഫയിലാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ കാർപ്പറ്റിൻ്റെ ഉള്ളിൽ പൊടിയെടുക്കാനാണെങ്കിൽ ഒക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഞങ്ങൾ ഈ സോഫ വാങ്ങിയതിന് ശേഷം ഇത് നമുക്ക് ക്ലീൻ ചെയ്യാനൊന്നും കാര്യമായിട്ട് പറ്റിയിട്ടില്ല. ഞാൻ നെറ്റിലൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ സ്റ്റീമർ പോലെ വെച്ചിട്ടൊക്കെ ചെയ്യാനൊക്കെ കണ്ടു, പക്ഷെ അത് എത്രത്തോളം പ്രാബല്യത്തിലാണെന്ന് അറിയില്ല. അത് നമ്മൾ എപ്പോഴും ഇങ്ങനെ അടിച്ച് മാറുന്നുണ്ട്, ബട്ട് ബെഡിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ ബെഡെന്നൊന്നും എനിക്കിങ്ങനെ ഒരു ക്ലീനായ ഒരു ഫീൽ എനിക്ക് തോന്നാറില്ല. എനിക്ക് ഇപ്പോഴും ഇങ്ങനെ പൊടി ഇല്ലാതെ കിടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ആ നേരത്തെ കണ്ട സാധനമാണ് അതിൽ ഫിറ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് ആ ചെറിയ സാധനം എൻ്റെ കയ്യിലിരിക്കുന്നില്ലേ നീളന്, അത് നിലത്ത് കൂടെ നിന്നിട്ടും ചെയ്യാൻ പറ്റും. അല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് കുഞ്ഞു സ്ഥലങ്ങൾ ഇപ്പം നമ്മൾ ഈ ബെഡിൻ്റെ ഒക്കെ സൈഡിൽ കണ്ടില്ലേ, അതൊക്കെയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് ക്ലീൻ ചെയ്യാൻ, മാനുവലി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സക്ഷൻ യൂസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്ററായിട്ട് ക്ലീൻ ആവും. ദിസ് ഈസ് ലൈക്ക് എ ബേസ് ബോഡി. ഇതിലാണ് ബാക്കി എല്ലാ കണക്ടേഴ്സും വരുന്നത്. ബെഡിന്റെ നമ്മൾ ഒരു ലൈൻ എടുത്തേ ഉള്ളൂ, അപ്പോഴേക്കും കണ്ടോ ഇതിനകത്ത് മൈക്രോ ഫൈബർ ഒക്കെ പിക്ക് ചെയ്യുന്നുണ്ട്. മൈക്രോ ഫൈബർ ഡേർട്സ് ഒക്കെ. ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ഇത്ര പൊടി ഉണ്ടാവും ഇവിടെ നിന്ന്. ഐ മീൻ ഹെയർ ഉണ്ടായിരുന്നു, പക്ഷെ പൊടി ഞാൻ എക്സ്പെക്ട് ചെയ്തതല്ല. ഹലോ, സോ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. ഞാൻ അധികം ഒന്നും ബിറ്റ്സ് എടുത്തില്ല, കാരണം ഭയങ്കരമായിട്ട് ലെങ്തി ആവും ക്ലീനിങ് വീഡിയോ എടുക്കുകയാണെങ്കിൽ. പിന്നെ എനിക്ക് പെട്ടെന്ന് അതൊന്ന് തീർത്ത് ഒന്ന് കുളിച്ചിരുന്നാൽ മതി എന്നായിരുന്നു അപ്പോഴത്തെ എൻ്റെ മാനസികാവസ്ഥ. എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ച്, എപ്പോഴും എൻ്റെ കംഫർട്ടിങ് ആയിട്ടുള്ള ഫുഡാണ് ബിരിയാണി. സോ നമ്മൾ ബിരിയാണി എല്ലാം കഴിച്ച്, പിന്നെ ഒരു മസാജിങ് എക്യുപ്മെൻ്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അത് ഗണ്ണ് പോലെയാണ്, ഫുള്ള് ബോഡി മസാജ് ചെയ്യും. അപ്പോൾ എനിക്കിങ്ങനെ കുറേ നേരം നമ്മൾ നിന്ന് ഫുള്ള് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തപ്പോഴൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടാകുമ്പോൾ അത് വെച്ച് മസാജ് ചെയ്ത് അടിപൊളിയാണ്. അവിടെ നല്ല സുഖം. എന്തോ ഉദ്ദേശിക്കണം.